ഇത് കണ്ടിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാൻ തോന്നുന്നുണ്ടോ? പായസത്തിന് ഇങ്ങനെയൊരു ചോക്ലേറ്റ് നിറമോ? ഇതിൻ്റെ രുചി അറിഞ്ഞാൽ ഇത്തവണത്തെ ഓണസദ്യക്ക് ഈ പായസം നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാക്കും. പക്ഷേ ഇത് സാധാരണ ഒരു പായസമല്ല. ബീട്രൂട്ടും കടലപ്പരിപ്പും ചവ്വരിയും ചേർത്ത് തയ്യാറാക്കിയ വ്യത്യസ്തമായ ഒരു ഓണ സ്പെഷ്യൽ പായസമാണ്. വെറൈറ്റി ആയിട്ടുള്ളതും വളരെ രുചികരവുമായിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എല്ലാ പ്രാവശ്യവും ഓണത്തിന് നമ്മൾ അടപ്പായസവും സേമിയ പായസവും കടലപ്പായസവും ഒക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ ഒരു വെറൈറ്റി പായസം തയ്യാറാക്കി വീട്ടുകാരെ ഞെട്ടിക്കണം. ഇനി കുറച്ച് കടലപ്പരിപ്പ് അതിതുപോലെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ച കടലപ്പരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. കടലപ്പരിപ്പ് വേവിക്കുന്നതിന് മുമ്പ് വെള്ളത്തിലൊന്ന് അരമണിക്കൂർ കുതിർത്തെടുക്കണം. അതിനുശേഷം കുക്കറിൽ വേവിച്ച കടലപ്പരിപ്പാണ്. കടലപ്പായസമൊക്കെ എല്ലാവരും തയ്യാറാക്കുന്നത് കൊണ്ട് അതെല്ലാവർക്കും അറിയാം. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. പായസം തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഒരു 100 ഗ്രാം ചവ്വരി കൂടി എടുത്തിട്ടുണ്ട്. ചവ്വരി നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ചവ്വരി നമുക്കൊന്ന് വേവിക്കണം. ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പായസം തയ്യാറാക്കുമ്പോൾ ചവ്വരി നമ്മൾ ചേർക്കാറുണ്ട്. പായസത്തിന് ഒരു കൊഴുപ്പും കട്ടിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ചവ്വരി നമ്മൾ ചേർക്കുന്നത്. ചവരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് നല്ലതുപോലെ ഈ നെയ്യിൽ ആദ്യം ഒന്ന് വഴറ്റണം. നെയ്യിൽ ആദ്യം അല്പനേരം നമുക്ക് ഈ ബീട്രൂട്ട് വഴറ്റാം. അതിനുശേഷം നമുക്കിത് പാലൊഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇത് മിക്സിയിലൊന്നും ഈ ബീട്രൂട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പായസമാകുമ്പോൾ അല്പം കടിക്കാനൊക്കെ കിട്ടണം, എങ്കിലേ ആ പായസത്തിന് രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇതുപോലെ ബീട്രൂട്ട് ആദ്യം നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കായിട്ട് ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാൽ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബീട്രൂട്ട് 1/2 ലിറ്റർ പാലിൽ മതി. ഞാൻ ഈ ഒരു ബീട്രൂട്ടിന് 1/2 ലിറ്റർ പാൽ മതി. അതിൽ നിന്ന് ഒരു പകുതി പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊഴിച്ച് ഈ ബീട്രൂട്ട് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പാലിൽ കിടന്ന് ബീട്രൂട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ട്. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ബീട്രൂട്ട് നല്ലതുപോലെ അതങ്ങ് വെന്തോളും. പകുതി പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചത്. ഇനി ബാക്കിയുള്ള പാൽ ലാസ്റ്റിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ രുചികരവും വ്യത്യസ്തവുമായിട്ടുള്ള ഈ ഓണ സ്പെഷ്യൽ പായസം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഓണത്തിന് വെറൈറ്റിയും രുചികരവുമായിട്ടുള്ള ഈ ഓണ സ്പെഷ്യൽ പായസം ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾ വീട്ടുകാർക്കും വിരുന്നുകാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. അത്രയും രുചികരമാണ് ഈ പായസം. സാധാരണ അടപ്പായസം സേമിയ പായസം ഒക്കെ അല്ലേ നമ്മൾ എപ്പോഴും ഓണത്തിന് തയ്യാറാക്കാറുള്ളത്. അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. അത്രയും രുചികരമായിട്ടുള്ളൊരു പായസമാണ് ഇത്. ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടലപ്പരിപ്പ് കൂടി ചേർക്കുമ്പോൾ ആ പായസം നല്ല കുറുകി വരും. അല്പം വെള്ളം ഒഴിച്ചുകൂടി കഴുകി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബീട്രൂട്ടിൻ്റെ കളറായതുകൊണ്ട് ആ പായസത്തിന് തന്നെ കളർ ഒരു ചോക്ലേറ്റ് കളറായിട്ട് വരും. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, ശർക്കര അല്ല. ശർക്കര ചേർക്കണമെന്നുള്ളവർക്ക് ശർക്കര ചേർക്കാം. ഒരു ബൗളിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബൗൾ പഞ്ചസാര ചേർത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി പഞ്ചസാര കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിക്കാം. ഇതെല്ലാം തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലിൽ പകുതിയാണ് ആദ്യം നമ്മൾ ചേർത്തത്. അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ചവ്വരി കൂടി ചേർക്കുമ്പോൾ ഇതെല്ലാം നല്ല കുറുകി വരും. ഇതെല്ലാം നല്ല തിളച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ഈ പായസ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചവ്വരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചവ്വരിയാണ് ഇതിനു വേണ്ടി വേവിച്ച് വെച്ചിരുന്നത്. ആ ചവ്വരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ആ കളറൊക്കെ കണ്ടോ, നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ കളറാണെങ്കിലും ആ കളറൊക്കെ മാറി ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ കളറാണ് ഈ പായസത്തിന്. കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. അത്രയും രുചികരമായിട്ടുള്ളൊരു പായസമാണ്. കാണാൻ മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. ഇത് തയ്യാറാക്കാനും വളരെ കുറച്ച് സമയം മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പഞ്ചസാര മാത്രം ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട്. ആ കളറൊക്കെ കണ്ടു, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ബോളിയുടെ പുറത്തൊക്കെ ഒഴിച്ച് കുടിക്കാൻ വളരെ രുചികരമായിട്ടുള്ളൊരു പായസമാണ്. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ കിസ്മിസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എൻ്റെ ഈ പായസ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ഓണത്തിന് നിങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഈ വെറൈറ്റി പായസം ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കും വീട്ടുകാർക്കുമെല്ലാം ഈ പായസം വളരെ ഇഷ്ടമാകും. അത്രയും രുചികരമാണ്. ഇത് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ഈ രീതിയിൽ നിങ്ങളും വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം.